In the beginning, when God created the heavens and the earth was a formless void, and darkness covered the face of the deep, while a wind from God swept over the face of the waters. Then God said, "Let there be light," and there was light. And God saw that the light was good, and God separated the light from the darkness. God called the light day, and the darkness He called night. And there was evening, and there was morning, the first day. ലോകചരിത്രത്തിൽ ഏറ്റവും വിപ്ലവകരമായി കടന്നുവന്ന സിദ്ധാന്തങ്ങളിലൊന്നാണ് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം. ദൈവം സ്വന്തം കരങ്ങൾ കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന പരമ്പരാഗത വിശ്വാസത്തിന് പ്രത്യക്ഷത്തിൽ തന്നെ പരിണാമ സിദ്ധാന്തം വെല്ലുവിളിയായി മാറി. അനേക വർഷങ്ങൾക്ക് മുമ്പ് മുതൽ പരിണാമത്തെക്കുറിച്ചുള്ള പ്രാഥമിക ചിന്തകൾ ശാസ്ത്രലോകത്ത് ഉരുത്തിരിഞ്ഞു തുടങ്ങിയിരുന്നുവെങ്കിലും 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡാർവിൻ്റെ ആശയങ്ങളാണ് കൂടുതൽ സ്വീകാര്യമായി തീർന്നത്. 1859 പുറത്തിറങ്ങിയ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. ആത്മീയ കാഴ്ചപ്പാടുകൾക്ക് ആധാരമായി മതഗ്രന്ഥങ്ങളുടെ പദാനുപദ വ്യാഖ്യാനത്തെ ആശ്രയിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ പൊതുധാരണകൾക്കും വിശ്വാസചിന്തകൾക്കും വിരുദ്ധമായി അവതരിപ്പിക്കപ്പെട്ട ഇത്തരമൊരു സിദ്ധാന്തത്തെ ഉൾക്കൊള്ളുവാൻ അനേകർക്ക് കഴിഞ്ഞിരുന്നില്ല. പ്രകൃതി നിർദ്ധാരണം തുടങ്ങിയ ഡാർവീനിയൻ പരിണാമ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ വിശദീകരിക്കപ്പെട്ടപ്പോൾ മനുഷ്യനുൾപ്പെടുന്ന ജീവവർഗത്തിൻ്റെ പൊതുപൂർവികൻ ആൾക്കുരങ്ങാണ് എന്ന വാദഗതി ഉയർന്നത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി മാറി. ഇന്നും കത്തോലിക്കർ ഉൾപ്പെടെയുള്ള അനേകായിരങ്ങളുടെ ധാരണ പരിണാമ സിദ്ധാന്തം ആത്മീയ കാഴ്ചപ്പാടുകൾക്ക് എതിരാണ് എന്നതാണ്. ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകൾ പരത്തുന്ന ഒരു വിഭാഗത്തിൻ്റെ വാദഗതികൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ പോലും പലരും ശ്രമിക്കാറില്ല എന്നതാണ് വാസ്തവം. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പഠനങ്ങളുടെ ഭാഗമായ ചില ആശയങ്ങൾ സാന്ദർഭികവശാൽ വെളിപ്പെടുത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. മാന്ത്രിക വടി കയ്യിലേന്തിയ ഒരു മജീഷ്യനല്ല ദൈവം എന്ന മാർപ്പാപ്പയുടെ വാക്കുകൾ വിശ്വാസി സമൂഹം ഏറെ അമ്പരപ്പോടെയാണ് ശ്രവിച്ചത്. ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ആ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് 4 വർഷം മുമ്പ് പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് സയൻസ് അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ്. L'inizio del mondo non è opera del caos che deve a un altro la sua origine, ma deriva direttamente da un principio supremo che crea per amore. Il Big Bang che oggi si pone all'origine del mondo non contraddice l'intervento creatore divino, ma lo esige. L'evoluzione nella natura non contrasta con la nozione di creazione, perché l'evoluzione presuppone la creazione degli esseri che si evolvono. പരിണാമ സിദ്ധാന്തത്തിനൊപ്പം മഹാവിസ്ഫോടന സിദ്ധാന്തവും ശാസ്ത്രീയ സത്യങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച അദ്ദേഹത്തെ അനേകർ വിമർശിക്കുകയുണ്ടായി. പരിണാമ സിദ്ധാന്തം ദൈവവിശ്വാസത്തിന് വെല്ലുവിളിയാണോ എന്ന സങ്കീർണമായ ആശയക്കുഴപ്പത്തിന് നാം ഇവിടെ ഉത്തരം കണ്ടെത്തുന്നു. പരിണാമ സിദ്ധാന്തത്തെ പലപ്പോഴും വിശ്വാസവിരുദ്ധമായിട്ട് നിഷേധാത്മകമായിട്ട് ചിത്രീകരിക്കാനാണ് ചില ശാസ്ത്രജ്ഞരുടെയെങ്കിലും പ്രവണത.
നമ്മൾ കഴിഞ്ഞ ദിവസം ഉദ്ധരിച്ച ഓക്സ്ഫോർഡിലെ ബയോകെമിസ്റ്റായ റിച്ചാർഡ് ഡോക്കിൻസ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തോടു കൂടി ഒരാൾക്ക് ഒരു യുക്തിപരമായിട്ട് കാര്യങ്ങളെ സമീപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നലം തികഞ്ഞ ഒരു നിരീശ്വരവാദിയായിരിക്കാൻ വേണ്ട എല്ലാ സാങ്കത്യവും ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരം അവകാശങ്ങൾ എത്രമാത്രം ശരിയാണ്? മതവിശ്വാസത്തിന് വെല്ലുവിളിയാണോ പരിണാമ സിദ്ധാന്തം, അതോ ഒരുപാട് സാധ്യതകൾ ഇതിൻ്റെ മുന്നിൽ തുറന്നു വെക്കുന്നുണ്ടോ? ബൈബിളിലെ സൃഷ്ടി വിവരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളിലെ സൃഷ്ടിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ രൂപപ്പെടുത്തപ്പെട്ടിരുന്നത്. ആലങ്കാരികമായ ആ സൃഷ്ടി വിവരണത്തെ വാച്യാർത്ഥത്തിൽ സ്വീകരിച്ചത് വലിയ ആശയ സംഘർഷങ്ങൾക്ക് പിൽക്കാലത്ത് കാരണമായി മാറിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. എന്നാൽ ഈ വിഷയത്തെ ഗൗരവമായി സമീപിച്ച പണ്ഡിതരുടെ വിശദീകരണങ്ങളനുസരിച്ച് സൃഷ്ടി എങ്ങനെ സംഭവിച്ചു എന്നതല്ല വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്നത്, മറിച്ച് സൃഷ്ടിക്ക് പിന്നിലുള്ള ദൈവത്തിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചാണ്. ആ ദൈവിക ഇടപെടലിനെ തള്ളിപ്പറയുവാൻ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളവർ ഏറെയില്ല. മറിച്ച് സൃഷ്ടിയുടെ പിന്നിലുള്ള ദൈവിക ശക്തിയെ ഉദ്ഘോഷിക്കുന്ന അനേകം പ്രഗത്ഭർ നമുക്കിടയിലുണ്ട്. ഈ പ്രപഞ്ചവും ഇതിലുള്ള എല്ലാ തരത്തിലുള്ള മനുഷ്യജാതികളും മൃഗങ്ങളും ഇവയെല്ലാം ആരാണ് സൃഷ്ടിച്ചത് എന്നൊരു ചോദ്യം വരും. ആ ചോദ്യമാണ് സാധാരണമായിട്ട് ബൈബിളും മറ്റ് മതപരമായ പുസ്തകങ്ങളും പറയാറുള്ളത്. പക്ഷേ ഈ സൃഷ്ടി എങ്ങനെ സംഭവിച്ചു, ഹൗ ദി ക്രിയേഷൻ കെയിം ഇൻ ടു ബീയിങ്, ആ കാര്യത്തെപ്പറ്റി സാധാരണമായിട്ട് ബൈബിളോ മറ്റ് മതത്തിൻ്റെ പുസ്തകങ്ങളോ കാര്യമായിട്ട് പറയുന്നില്ല. ഇന്ന് ശാസ്ത്രം അതിനെപ്പറ്റി പറയുന്നുണ്ട്, പ്രത്യേകിച്ചും പരിണാമവാദം പറയുന്നത് ഹൗ ദ വേൾഡ് കെയിം ഇൻ ടു ബീയിങ് എന്നുള്ള കാര്യമാണ്. അപ്പം ആ കാര്യത്തിൽ സയൻസിന് വളരെയധികം പറയുവാനുണ്ട്, വളരെയധികം അറിവ് നമുക്ക് തരുവാനുണ്ട്. ആ കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് ചിന്തിക്കാൻ പോകുന്നത്. അത് ആൻ്റണി സാറ് അതിനെപ്പറ്റി കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഡോക്ടർ TV ആൻ്റണി ദീർഘകാലം ട്രിച്ചി സെൻറ് ജോസഫ്സ് കോളേജിൽ കെമിസ്ട്രി പ്രൊഫസർ, മോളിക്കുലാർ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വിസിറ്റിംഗ് പ്രൊഫസർ. ശാസ്ത്ര വിഷയങ്ങളിൽ നിരവധി ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. മതശാസ്ത്ര സംവാദ വിഷയത്തിൽ ജനപ്രിയ എഴുത്തുകാരൻ. പരിണാമം പ്രപഞ്ചത്തിലെ ഒരു പ്രധാന പ്രതിഭാസമാണ്. പരിണാമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാറ്റങ്ങളാണല്ലോ. അത് ജീവജാലങ്ങളിലാവാം, അല്ലെങ്കിൽ പദാർത്ഥപരമായിട്ടുമാവാം. പദാർത്ഥപരമായിട്ട് നോക്കുമ്പോൾ പദാർത്ഥങ്ങളിൽ നമ്മൾ ഒരു വലിയ ഹൈറാർക്കിക്കൽ സിസ്റ്റം കാണുന്നുണ്ട്. അതായത് ചെറിയ ചെറിയ പാർട്ടിക്കിളിൽ നിന്ന് അതിനേക്കാൾ വലിയ പാർട്ടിക്കിൾ ഉണ്ടാകുന്നു, ആ പാർട്ടിക്കിൾ ചേർന്ന് അതിനേക്കാൾ വലുതുണ്ടാകുന്നു, അതിനേക്കാൾ വലുതുണ്ടാകുന്നു, അങ്ങനെ വലുതായി നമുക്ക് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൽ നിന്ന് വലിയ മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നു. ഇതൊരു എവല്യൂഷനാണ്. ഇത് പ്രപഞ്ചത്തിൽ എത്രയോ കോടി വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, നടന്നു കഴിഞ്ഞതുമാണ്, നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. ഇനി പരിണാമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ജീവജാലങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഡാർവിൻ്റെ തിയറിയിലും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ജീവൻ നിലനിൽക്കുന്നതും ജീവൻ ഉണ്ടായതും പരിണാമത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ ജീവികൾ ഉണ്ടാകുന്നത് പരിണാമത്തിൽ കൂടെയാണ്. മാറ്റങ്ങളും ചലനവും പ്രകൃതിയുടെയും പ്രകൃതിയിലുള്ളവയുടെയും അടിസ്ഥാന സ്വഭാവങ്ങളാണ്. നമുക്ക് ചുറ്റുമുള്ളവയുടെ താളാത്മകതയും ചലനാത്മകതയുമാണ് പലപ്പോഴും ശാസ്ത്രത്തിൻ്റെ പഠന വിഷയങ്ങൾ. വിപ്ലവകരമായ കണ്ടെത്തലുകളിൽ പലതിനും അടിസ്ഥാനമായി മാറുന്നത് ശാസ്ത്രത്തിൻ്റെ അന്വേഷണത്വരയാണ്. പ്രകൃതിയെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കുവാനും രഹസ്യങ്ങൾ കണ്ടെത്തുവാനുമുള്ള പ്രചോദനം മനുഷ്യപ്രകൃതിയിൽ നിക്ഷേപിച്ച ദൈവം തന്നെയാണ് ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലും എന്ന് മനസ്സിലാക്കുന്നവർ ഏറെയുണ്ട്.
പരിണാമത്തിന് മുൻപായിട്ട് നടക്കുന്നതാണ് പരിവർത്തനം. പരിവർത്തനം കൂടിയാണ് പരിണാമത്തിലേക്ക് എത്തുന്നത്. ഈ പരിവർത്തനവും പരിണാമവും ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ജീവജാലങ്ങളിലുള്ള സൂക്ഷ്മ ഘടന മനസ്സിലാക്കണം. എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ചെറിയ ഘടകങ്ങൾ ചേർത്താണ്. ഏത് പദാർത്ഥവും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്നത് ചെറിയ ചെറിയ ഘടകങ്ങൾ, ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ചേർന്നാണ് എല്ലാ ഘടകങ്ങളും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏത് ജീവജാലത്തിനും അതിൻ്റേതായ ഒരു ആന്തരിക ഘടനയുണ്ട്. അതിന് നമ്മൾ ജീൻസ് എന്നും ഇങ്ങനെയൊക്കെ മോളിക്കുലർ ബയോളജിയാണത്. അപ്പോൾ ഒരു ഘടന ഉള്ളിലുണ്ട്. അപ്പോൾ ആന്തരികമായ ഒരു ഘടനയുണ്ട്. ആ ഘടനയെ നിലനിർത്തുന്ന ചില ബലവുമുണ്ട്, അതിനുള്ള ഫോഴ്സ് വേണം. ആ ഘടനയെ നിലനിർത്താനുള്ള ഫോഴ്സും ഉണ്ട്. അപ്പോൾ ആന്തരികമായ ഘടനയും ആ സൂക്ഷ്മ ഘടനയിൽ പല ഘടകങ്ങൾ ചേർന്നാണ് ഏതൊരു ജീവജാലവും ഉണ്ടായിരിക്കുന്നത്. ആ ഘടകങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടതായ ഒരു ബലം വേണം, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് വേണം. ഇത് രണ്ടും ആന്തരികമായി നിൽക്കുമ്പോൾ നമ്മളതിനെ വാട്ട് ഈസ് കോൾഡ് വൈറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ ജീവശക്തി എന്ന് പറയുന്നു. ഈ ജീവശക്തി അല്ലെങ്കിൽ ആന്തരികമായ ഘടനയും ആ സൂക്ഷ്മഘടനയെ നിയന്ത്രിക്കുന്നത് അതിന് വെളിയിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ആ ബഹിർ ആയിട്ട് പ്രവർത്തിക്കുന്ന, പുറമേ പ്രവർത്തിക്കുന്ന അനേകം ഘടകങ്ങളാണ്. ഈ ഘടകങ്ങൾ രണ്ടിൻ്റെയും ഒരു സമന്വയത്തിലാണ് ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു ജീവി നിലനിൽക്കുന്നത്. ശാസ്ത്രത്തിൽ നിക്ഷിപ്തമായ അന്വേഷണ ബുദ്ധിയിലൂടെ വെളിച്ചത്തു വന്നിട്ടുള്ള ഒട്ടേറെ പ്രപഞ്ച രഹസ്യങ്ങളുണ്ട്. നമുക്ക് ചുറ്റും ഇടതടവില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഒരു ഉദാഹരണം മാത്രം. വിവിധങ്ങളായ രൂപഭാവങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള നൂറ്റാണ്ടുകളായുള്ള പഠനങ്ങളാണ് പരിവർത്തനത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ഘടനാപരമായ അടിസ്ഥാന സത്യങ്ങളെ വെളിപ്പെടുത്തിയത്. ഇത്തരം സങ്കീർണങ്ങളായ കണ്ടെത്തലുകളെ ഒരു ശാസ്ത്രജ്ഞന് തന്നെയും ലാഘവബോധത്തോടെ സമീപിക്കാനാവില്ല. ഈ വെളിയിലുള്ള ഘടകങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ഭൂമി തന്നെ ഭ്രമണം 2-3 തരത്തിലുള്ള ഭ്രമണം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ഭൂമി. പ്രപഞ്ചവും അതുപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം തന്നെ നമ്മുടെ മിൽക്കി വേ തന്നെ വളരെ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ പോലും അതിൻ്റേതായ പൊസിഷനിൽ സ്ഥിരം നിൽക്കുന്നില്ല. അപ്പോൾ കോർഡിനേറ്റ് ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. ഒരു പൊസിഷനിൽ നിന്ന് വേറൊന്നിലേക്ക് പോകുമ്പോൾ കോർഡിനേറ്റ് ചേഞ്ച് ആകുന്നു. ഈ കോർഡിനേറ്റ് ചേഞ്ച് വന്ന് വരുമ്പോൾ, കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്ന കഴിയുമ്പോൾ ആ ആന്തരിക ഘടന നിലനിർത്തുന്നതിന് ചില ഘട്ടങ്ങളിൽ അതിന് മാറ്റങ്ങൾ വരുന്നേ പറ്റൂ. നമ്മളുടെ സാധാരണ രീതിയിൽ ഒരു ജീവി എടുത്താൽ അതിന് ഏജിങ് വരുന്നുണ്ട്. ഈ ഏജിങ് വരുന്നതിന് കാരണം ആ ഘടനയിൽ വരുന്ന മാറ്റങ്ങളാണ്. ആ ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ കാലങ്ങൾ ചെല്ലുമ്പോൾ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ആ അതായത് വെളിയെ നടക്കുന്ന പ്രപഞ്ചത്തിൽ വരുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉൾബലം അല്ലെങ്കിൽ ഉൾഘടന നിലനിർത്താൻ പറ്റാതെ വരുമ്പോഴാണ് ജീവികൾ പലതും നശിച്ചു പോകുന്നത്. ഭൂമിയുടെ ചരിത്രത്തിൽ ഇന്നോളം 100 ദശലക്ഷത്തിലധികം ഇനം ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് അതിൽ കേവലം 2% മാത്രമാണ്. മറ്റുള്ളവയെല്ലാം നശിച്ചുപോയിരിക്കുന്നു. അവയിൽപ്പെട്ട ദിനോസറുകൾ എന്ന ജീവവർഗത്തെക്കുറിച്ച് നമുക്കറിയാം. പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത പക്ഷം പഴയ വർഗങ്ങൾ തന്നെ അസ്തമിക്കുകയും പുതിയവ രൂപപ്പെടുകയും ചെയ്യുക ഒരു പ്രപഞ്ച സത്യമാണെന്ന് ശാസ്ത്രം സ്ഥിരീകരിക്കുന്നു. ജീവജാലങ്ങളിലും പദാർത്ഥങ്ങളിലും സംഭവിക്കുന്ന പരിണാമം പ്രപഞ്ചത്തിലെ ഒരു പ്രധാന പ്രതിഭാസമാണ്. പ്രപഞ്ച ചരിത്രത്തിൻ്റെ ആരംഭം മുതലുള്ള പാർട്ടിക്കിൾ എവല്യൂഷനും ജീവജാലങ്ങളുടെ പരിണാമവും ശാസ്ത്രീയ സത്യങ്ങളാണ്. ജീവജാലങ്ങളിൽ നടക്കുന്ന പരിവർത്തനവും പരിണാമവും അവയുടെ സൂക്ഷ്മഘടനകളുമായി ബന്ധപ്പെട്ടതാണ്. ജീവജാലങ്ങളുടെ ജീവശക്തിയുടെയും അനേകം ബാഹ്യശക്തികളുടെയും സമന്വയത്തിലാണ് ജീവനും ജീവികളും നിലനിൽക്കുന്നത്. ഭൂമിയും പ്രപഞ്ചം മുഴുവനും സകല സൂക്ഷ്മഘടകങ്ങളും വളരെ വേഗം ചലിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങൾ അഥവാ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുവാൻ സകല ജീവജാലങ്ങളും തങ്ങളുടെ ഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, അല്ലാത്തവ നശിക്കുന്നു. ആൻ്റണി സാറ് പ്രതിപാദിച്ചിരിക്കുന്ന
അവതരിപ്പിച്ചിരിക്കുന്ന പരിണാമ സിദ്ധാന്തത്തിൻ്റെ കാഴ്ചപ്പാട് ജീവജാലങ്ങളുടെ ആന്തരിക ഘടനയും ബാഹ്യക സാഹചര്യങ്ങളും തമ്മിലുള്ള സമ്മർദ്ദം വഴിയായിട്ട് നടക്കുന്ന പരിണാമത്തെക്കുറിച്ചാണ്. അതിസങ്കീർണമായ രാസിക ജൈവിക പ്രതിഭാസങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ആന്റണി സാറ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏറ്റവും സാമാന്യവൽക്കരിച്ച് പറയുകയാണെങ്കിൽ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നതിന് 2 സംജ്ഞകളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. 100 ദശലക്ഷം ജീവരൂപങ്ങൾക്ക് എല്ലാത്തിനും പൊതുവായ ഒരു പൂർവികനാവുള്ളത്, ഒരു കോമൺ ആൻസസ്റ്റർ. എല്ലാം ഒരുപക്ഷെ ഒരു ആദ്യ ഏകകോശ ജീവിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ജീവൻ അത്തരണത്തിൽ ഒരു ഏകതാനതയാണ്, തുടർച്ചയാണ് എന്നുള്ളതാണ്. എപ്രകാരം ഈ പരിണാമം സംഭവിക്കുന്നു? ആന്റണി സാർ പ്രതിപാദിച്ചതുപോലെ ആന്തരിക ഘടന ബാഹ്യക സാഹചര്യങ്ങളോട് ഏറ്റുമുട്ടുന്ന ആ സാങ്കേതിക സംവിധാനം, അതിനെയാണ് ഡാർവിൻ നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതി നിർദ്ധാരണം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ കോമൺ ആൻസസ്റ്റർ, നാച്ചുറൽ സെലക്ഷൻ, പൊതുപൂർവികൻ, പ്രകൃതി നിർദ്ധാരണം, ഈ 2 സംജ്ഞകളാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൻ്റെ തനതായ ശാസ്ത്രീയ വശങ്ങൾ അഥവാ നൂതനത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അനവധി വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടുകളനുസരിച്ച് പരിണാമ സിദ്ധാന്തം സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് എതിരല്ല. മനുഷ്യൻ്റെ മഹത്വത്തെയും ദൈവസൃഷ്ടിയുടെ മാഹാത്മ്യത്തെയും ചോദ്യം ചെയ്യുന്ന സമസ്യകളൊന്നും പരിണാമ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ശരിയായ രീതിയിൽ ഇത്തരം ശാസ്ത്രീയ നിരീക്ഷണങ്ങളെയും കണ്ടെത്തലുകളെയും സമീപിക്കേണ്ടത് ആവശ്യമാണ്. പരിണാമത്തിൻ്റെ കാഴ്ചപ്പാടിൽ എപ്രകാരം നമുക്ക് സൃഷ്ടിയെ നോക്കിക്കാണുവാനായിട്ട് സാധിക്കും? മനുഷ്യൻ കുരങ്ങിൽ നിന്നും ഉണ്ടായി വന്നതാണ് എങ്കിൽ എന്താണ് മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ നിലയും എല്ലാം ആകസ്മികമായിട്ട് സംഭവിക്കുന്നുവെങ്കിൽ ദൈവപരിപാലനയ്ക്ക് എവിടെയാണ് സാങ്കത്യം? പ്രകൃതി നിർദ്ധാരണം അഥവാ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളതാണ് ജീവൻ്റെ പരിണാമത്തിൻ്റെ രീതിശാസ്ത്രമെങ്കിൽ എങ്ങനെ അതൊരു സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സങ്കല്പവുമായിട്ട് അനുരണനപ്പെട്ടു പോകും? ഈ വക കാര്യങ്ങളാണ് മതാത്മക പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ പരിണാമവുമായിട്ട് സംവദിക്കേണ്ടത്. ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും പിന്നിലുള്ള ദൈവിക ഇടപെടലുകളെ ശാസ്ത്രം ചോദ്യം ചെയ്യുന്നില്ല. മറിച്ച് എപ്രകാരമാണ് ഇന്നത്തെ ലോകവും ജീവജാലങ്ങളും ഇന്ന് കാണുന്നത് പോലെ ആയിത്തീർന്നത് എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ വിഷയം. എന്നാൽ ചില കാലഘട്ടങ്ങളിൽ അനേകർ ശാസ്ത്രത്തിൻ്റെയും ആത്മീയ ചിന്തകളുടെയും വ്യാഖ്യാനങ്ങൾ സംബന്ധിച്ച ചില അവ്യക്തതകൾ മൂലം തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ടിരുന്നു. ഇക്കാലത്തും ചിലർ മുൻധാരണകളോടെ ഈ വിഷയങ്ങളെ സമീപിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം പ്രഗത്ഭരുടെ വാക്കുകൾ മൂല്യമേറിയവയാണ്. ഡാർവിൻ്റെ കാലത്ത് തന്നെ, അതായത് 150 വർഷത്തിലേറെ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. അതായത് മനുഷ്യൻ കുരങ്ങിൽ നിന്ന് വന്നതാണോ അല്ലയോ എന്ന്. അത് ഒരു പരിണാമ സിദ്ധാന്തത്തിനെതിരായിട്ടുള്ള ഒരു ക്രിറ്റിസിസമായിട്ടാണ് ചില ക്രിസ്ത്യൻസ് എടുത്തത്. അവർ തമ്മിൽ ഡിബേറ്റ്സ് നടന്നിരുന്നു. അവർ തമ്മിൽ കുറച്ചൊക്കെ ഒരു തരത്തിലുള്ള ക്വാറൽസും പോരും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ 150 അല്ലെങ്കിൽ 200 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പരിണാമ സിദ്ധാന്തത്തെ എങ്ങനെയാണ് കാണുന്നത്? അതിനു മുമ്പിൽ ഒരു വലിയ കാര്യമുണ്ട്. എല്ലാ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും ചോദിക്കുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ആരാണ്? മനുഷ്യർ ആരാണ്? അവരുടെ ഉൽപ്പത്തി എങ്ങനെയാണ്? മനുഷ്യൻ്റെ മൂലം അവരുടെ ഡിഗ്നിറ്റി അത് നമ്മൾ എങ്ങനെ കാണുന്നു? സോ ദ ബേസിക് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ഈസ്, ഹൂ ആം ഐ? ഹൗ ഡു ഐ അണ്ടർസ്റ്റാൻഡ് മൈസെൽഫ്? തിയോളജി പറയുന്നു, നമ്മളെ സൃഷ്ടിച്ച ദൈവം നമുക്കൊരു യുണീക്ക് ഡിഗ്നിറ്റി തന്നു, നമ്മളെ ദൈവത്തിൻ്റെ തന്നെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചു എന്ന്. പരിണാമ സിദ്ധാന്തം പറയുന്നു, നമ്മൾക്കും മറ്റ് എല്ലാ ജീവജാതികൾക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു,
ആ ആൻസിസ്റ്ററിൽ നിന്ന് വളരെയേറെ സമയമെടുത്ത് ഇവോൾവ് ചെയ്ത് വന്നതാണ് മനുഷ്യൻ. തീർച്ചയായും മനുഷ്യൻ ഒരു 3-4 മില്യൺ വർഷത്തിൻ്റെ എവല്യൂഷൻ്റെ ഫലമായി വന്ന ആ മനുഷ്യന് വളരെ ഏറെ എക്സ്ട്രാ ഓർഡിനറി ജീനിയസ് വന്നിട്ടുണ്ട്. പക്ഷേ പരിണാമ സിദ്ധാന്തം പറയുന്നത് ഇതെല്ലാം ഉണ്ടായെങ്കിൽ തന്നെയും മനുഷ്യൻ ആ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഫലമാണ് എന്ന്. സകല ജീവജാലങ്ങൾക്കും ഒരു പൊതു പൂർവികൻ ഉണ്ടായിരുന്നുവെന്നാലും പ്രകൃതി നിർദ്ധാരണമെന്ന പ്രകൃതി നിയമം ഇവിടെ നടപ്പാക്കപ്പെടുന്നുവെങ്കിലും മനുഷ്യനെന്ന അതുല്യ സൃഷ്ടിയുടെ മാറ്റ് കുറയുന്നില്ല എന്ന വലിയ സത്യം ഒരാൾക്കും തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവാണ് മനുഷ്യനെ വ്യത്യസ്തനും അമൂല്യനുമാക്കുന്ന പ്രധാന ഘടകം. ജീവജാലങ്ങൾ, വൈറസ്, നമുക്ക് ബാക്ടീരിയ, വൈറസ്, അതിനേക്കാൾ ഉയർന്ന മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്, അതിനേക്കാൾ ഉയർന്ന ജീവജാലങ്ങൾ, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇൻ ദി ലാഡർ ഓഫ് വാട്ട് ഈസ് കോൾഡ് ദി ഹൈറാർക്കിക്കൽ സെറ്റപ്പ്, അറ്റ് വൺ സ്റ്റേജ് വി ഹാവ് ഗോട്ട് എ ലൈഫ്. 3 ബില്യൺ ഇയേഴ്സിൻ്റെ മുമ്പാണ് ലൈഫ് ഉണ്ടായത്. ഈ ലൈഫ് എവോൾവ് ചെയ്തായിട്ടാണ് നമ്മൾ ഓരോ ജീവജാലങ്ങളും വന്നിരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ കേസ് എടുക്കുമ്പോൾ മനുഷ്യൻ ജീവനെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രക്രിയ മാത്രമല്ല മനുഷ്യൻ നടക്കുന്നത്. ജീവനെ നിലനിർത്താനായിട്ട് ഒരു ഉറുമ്പിലും ജീവൻ നിലനിർത്തുന്നതാണ്. നമ്മളും ആനിമേറ്റും ഇനാനിമേറ്റും അല്ലെങ്കിൽ ചെറിയ ജീവികളും വലിയ ജീവികളും തമ്മിലുള്ള വ്യത്യാസം ഒരേ നിയമങ്ങളാണ് നമ്മളിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മനുഷ്യന് ഇതിനെല്ലാം മനസ്സിലാക്കാനുള്ള സെൽഫ് അവെയർനെസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ, സെൽഫ് അവെയർനെസ് എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ മനുഷ്യനിൽ വരുന്നു. അതാണ് മനുഷ്യൻ്റെ ബ്രെയിൻ. വെറും ജീവനെ നിലനിർത്താനാണെങ്കിൽ ബ്രെയിനിൻ്റെ ആവശ്യമില്ല, ഇത്രയും വലിയ ബ്രെയിൻ ആവശ്യമില്ല. ബ്രെയിൻ ആവശ്യമുണ്ടായിരിക്കും, പക്ഷേ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ അല്ലെങ്കിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയ ഒരു ബ്രെയിനിൻ്റെ ഘടന നമുക്ക് ആവശ്യമില്ല. ക്രിസ്തുമതവും മറ്റുള്ള മതങ്ങളും പറയുന്നത് മനുഷ്യനും മറ്റുള്ള മൃഗങ്ങളും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. മനുഷ്യൻ്റെ ഡിഗ്നിറ്റി മൃഗങ്ങളുടെ ഡിഗ്നിറ്റിയെ കൊണ്ട് കമ്പയർ ചെയ്യുവാൻ പറ്റുന്നതല്ല. മനുഷ്യൻ്റെ ആ യുണീക്ക് റോൾ, ഹ്യൂമൻ ഫ്രീഡം, മോറൽ കോൺഷ്യസ്നെസ്, അവർ സെൻസ് ഓഫ് ഗോഡ്, ബീയിങ് ചിൽഡ്രൻ ഓഫ് ഗോഡ് ക്രിയേറ്റഡ് ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയുടെ ബേസിസ്. ഇതൊക്കെയാണ് നമ്മളുടെ മനുഷ്യൻ്റെ യുണീക്ക്നെസ്. അതും പരിണാമ സിദ്ധാന്തവും തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ, കോൺട്രഡിക്ഷൻ ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഡാർവിൻ തന്നെ പറഞ്ഞതനുസരിച്ച് ഇവ തമ്മിൽ ഒരു കോൺട്രഡിക്ഷനുമില്ല. പരിണാമ സിദ്ധാന്തം പറയുന്നത് എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്, ആ മെക്കാനിസം അല്ലെങ്കിൽ ദ ഹൗ. പക്ഷേ തത്വശാസ്ത്രത്തിൻ്റെ ചോദ്യവും ഉത്തരവും ഇതാണ്: മനുഷ്യൻ ആരാണ്, എങ്ങനെയാണ് എങ്കിൽ തന്നെയും മനുഷ്യൻ മറ്റുള്ള മൃഗങ്ങളെക്കാളും വളരെ വ്യത്യസ്തമാണ്. അത് ഇന്നത്തെ സയൻസ് സമ്മതിക്കുന്നു, മതവും സമ്മതിക്കുന്നു. മതം അതിനെ പറയുന്നത് മനുഷ്യന് ഒരു ഇറ്റേണൽ സോൾ ഉണ്ട്, ഒരു അനന്തമായ ആത്മാവുണ്ട് എന്ന് പറഞ്ഞാണ് മതം ഈ മനുഷ്യൻ്റെ യുണീക്ക്നെസ്സിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. സയൻസ് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല ഇറ്റേണൽ സോൾ ഉണ്ടോ ഇല്ലയോ എന്ന്. സയൻസ് ആ മെക്കാനിസം നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇനി എവല്യൂഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ശാസ്ത്രജ്ഞന്മാർ തന്നെ തിരുത്തിത്തരും. പക്ഷേ മതം പറയുന്നത് മെക്കാനിസം ഏതാണോ നമുക്കതിൽ നിന്നെല്ലാം കുറച്ചൊക്കെ പഠിക്കാം. പക്ഷേ ഏത് മെക്കാനിസം ആണെങ്കിലും മനുഷ്യൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക്നെസ്, ഒരു ഡിഗ്നിറ്റി, ഒരു ഫ്രീഡം, ഒരു കോൺഷ്യൻസ്, ഒരു സോൾ, ഒരു ആത്മാവ് ഉണ്ട് എന്നതാണ്. നൂറ്റാണ്ടുകളായി ആത്മീയ മനുഷ്യൻ അവനോട് തന്നെ ചോദിക്കുന്ന പ്രധാനമായ ചോദ്യങ്ങൾ ഞാൻ ആരാണ്, എൻ്റെ മഹത്വം എന്താണ് എന്നിവയാണ്. ഒരു പൊതുപൂർവികനിൽ നിന്ന് രൂപപ്പെട്ടവനാണ് മനുഷ്യനെങ്കിലും മനുഷ്യനെന്ന സൃഷ്ടിയുടെ മാഹാത്മ്യം തെല്ലും കുറയുന്നില്ല. മനുഷ്യൻ്റെ ചിന്താശേഷി
എല്ലാവരിൽ നിന്നും അവനെ വ്യത്യസ്തനാക്കുന്നു. മനുഷ്യന്റെ മഹത്വം വലുതാണ്. അവനിൽ അമർത്യമായ ഒരാത്മാവിനെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു എന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ പറയുന്നതനുസരിച്ച് തന്നെ ദൈവവിശ്വാസവും പരിണാമ സിദ്ധാന്തവും പരസ്പര വിരുദ്ധങ്ങളല്ല. പരിണാമ സിദ്ധാന്തം മതവിശ്വാസത്തിനൊരു ഭീഷണി എന്നതിലുപരിയായിട്ട് വിശ്വാസത്തിനും ദൈവശാസ്ത്രത്തിനുമൊക്കെ ഇത് അനന്തമായ സാധ്യതകൾ തുറന്നു തരികയാണെന്ന് വാദിക്കുന്ന ചിന്തകരുണ്ട്. ആ രീതിയിലുള്ള ചില അഭിപ്രായങ്ങൾ ഫാദർ ജോജോ ഒന്ന് ക്രോഡീകരിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഫാദർ ജോജോ ജോസഫ് വരകുകാലായിൽ ലൂവെയിൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ്, ധാർമ്മിക തത്വശാസ്ത്രത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ഇപ്പോൾ ആലുവയിൽ ലിറ്റിൽ ഫ്ലവർ സെമിനാരിയുടെ ഭാഗമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫി ആൻഡ് റിലീജിയന്റെ പ്രസിഡന്റ്. അന്താരാഷ്ട്ര കോൺഫറൻസുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ശാസ്ത്രത്തിൻ്റെ യുക്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ കൗതുകം തന്നെയാണ്. ഈ കൗതുകപരത അല്ലെങ്കിൽ കൗതുകാത്മകതയാണ് ശാസ്ത്രത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കുക. പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അതുതന്നെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുക. പരിവർത്തനം എന്ന് പറയുന്ന ആരംഭഘട്ടം, അതിന് നിദാനമായി ഭവിക്കുന്ന കാരണം എന്താണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ശാസ്ത്രയുക്തിയും അതുപോലെ തന്നെ യുക്തിചിന്തയിലും അല്ലെങ്കിൽ ദൈവശാസ്ത്ര ചിന്തയിലുമൊക്കെ അടിസ്ഥാനമായിട്ട് നിലനിൽക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം പരിണാമ സിദ്ധാന്തത്തിന് ബഹുമുഖവാദങ്ങൾ നിലവിലുണ്ട് എങ്കിൽ തന്നെയും അതിൻ്റെ മുൻപേ നിൽക്കുന്ന പരിവർത്തനത്തിന് എവിടെ നിന്നോ ഒരു ബാഹ്യ ശക്തി ആവശ്യമാണ് എന്നുള്ള യുക്തിബോധം അത് ശാസ്ത്രത്തിന് മാത്രമല്ല എല്ലാ കൗതുകപരതയിലും നിലനിൽക്കുന്നതാണ്. എവിടെ നിന്നാണ് ഇത് ആരംഭിക്കുക എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് ദൈവ ചിന്തയ്ക്ക് എതിരാണോ അല്ലെങ്കിൽ ദൈവചിന്തയെ സമർത്ഥിക്കുന്നതാണോ എന്നതിനേക്കാൾ അധികമായി ദൈവിക ചിന്തയെ ഒഴിവാക്കിക്കൊണ്ട് അപ്രകാരമുള്ള ഒരു ശാസ്ത്രയുക്തിക്ക് മുന്നേറാൻ സാധിക്കുമോ എന്നുള്ള അടിസ്ഥാനപരമായ ചോദ്യം തന്നെയാണ്. കാരണം മനുഷ്യൻ്റെ ഗവേഷണാത്മകത അല്ലെങ്കിൽ അവൻ്റെ കൗതുകപരത എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായി അവന് എവിടെ നിന്നോ അവനിൽ ഉടലെടുക്കുന്നതാണ്. അപ്രകാരം നോക്കുമ്പോൾ ആബ്രേ മൂർ എന്ന് പറയുന്ന ചിന്തകൻ്റെ ശാസ്ത്രജ്ഞൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പറയുക, പരിണാമ സിദ്ധാന്തം ഒരുപക്ഷെ അതിൻ്റെ ബാഹ്യമായ അവസ്ഥയിൽ അത് ഒരു ശത്രുവിനെ പോലെ നമുക്ക് കണക്കാക്കുവാനായില്ലെങ്കിൽ ദൈവനിരാസനത്തിന് വേണ്ടിയിട്ടാണ് തുനിയുന്നതെന്ന് തോന്നുമെങ്കിലും അത് അടിസ്ഥാനപരമായിട്ട് അത് ദൈവിക സങ്കല്പത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നുള്ള ഒരു നിസ്തർക്കമായ കാര്യമാണ്. അതുകൊണ്ട് ദൈവം ഒരുപക്ഷെ നമുക്ക് ഒരു സ്ഥലത്തും കാണപ്പെടുന്നില്ല എന്നോ അല്ലെങ്കിൽ എല്ലായിടത്തും ഉണ്ട് എന്നുള്ള ഒരു വാദത്തിനേക്കാൾ അധികമായി ദൈവികത നിറഞ്ഞു നിൽക്കുന്നതാണ് സമസ്ത പ്രപഞ്ചവും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ പായിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുക. ശാസ്ത്രചിന്തകളുടെ സങ്കുചിതമായ വേലിക്കെട്ടുകളിൽ കുടുങ്ങി വിശാലമായ ഈ ലോകത്തെയും അന്തമില്ലാത്ത യാഥാർത്ഥ്യങ്ങളെയും കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുകൾ സ്വന്തമാക്കാൻ കഴിയാതെ പോകുന്ന ചിലർ ഒഴികെയുള്ള മിക്കവാറും ചിന്തകരും സർവശക്തനായ ദൈവത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്. ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾക്കൊന്നിനും നിഷേധിക്കാൻ കഴിയാത്ത പരമാർത്ഥമാണ് ദൈവം എന്ന് അവർ അംഗീകരിക്കുന്നു. പരിണാമ സിദ്ധാന്തം മുതലായ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ താൽക്കാലികമായി ചിലരെ ആശങ്കയിൽ അകപ്പെടുത്തിയെങ്കിലും തുറന്ന മനസ്സോടെ അവയെ സമീപിക്കുവാൻ സഭയും നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഒരു വാതിൽപ്പടിക്കപ്പുറം സത്യത്തിൻ്റെ വെളിച്ചം നമ്മയും കാത്തിരിക്കുന്നു. എന്ത് തരത്തിലുള്ള സംഭവം ലോകത്തെ എടുത്തു നോക്കിയാലും അതിൻ്റെ പുറകിൽ ഒരുപാട് ബലങ്ങളുടെ പ്രവർത്തനം കാണാം. ഇങ്ങനെ ഒരുപാട് ബലങ്ങൾ, കണക്കറ്റ എണ്ണമുള്ള ബലങ്ങൾ കൂടി പ്രവർത്തിക്കുകയും
അതിൻ്റെയൊക്കെ ഒരു സമതുലനം എന്ന നിലയ്ക്ക് നമുക്ക് നിൽക്കാനും നടക്കാനും ജീവിക്കാനും ചിന്തിക്കാനും കഴിയുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ശാസ്ത്രജ്ഞന് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ കഴിയുക? അനന്തമായിട്ടുള്ള ഊർജത്തിൽ നിന്ന് എന്തുമാത്രം ഊർജം എടുത്താലും പിന്നെയും ബാക്കി അനന്തത അവശേഷിക്കും എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ഈ സങ്കല്പങ്ങളെല്ലാം സമാന്തരങ്ങളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശാസ്ത്രത്തിൽ തെറ്റൊന്നുമില്ല. ശാസ്ത്രം പരിപൂർണമായി ശരിയാണ്. ശാസ്ത്രത്തിനകത്തുകൂടി വീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം പരിപൂർണമായി ശരിയാണ്. പക്ഷേ അതൊരു ടണൽ വിഷൻ ആയതുകൊണ്ട്, അതായത് ഒരു കുഴൽ ദൃശ്യമായതുകൊണ്ട് ഈ ദൃശ്യത്തിന് പുറത്തൊന്നും ഇല്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്നാണ് എൻ്റെ